അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സി വോട്ടർ പുറത്തുവിടുന്ന കണക്ക് പ്രകാരം UDFന് വലിയ മേൽക്കൈ അവർ ആദ്യത്തെ ജില്ലകളിലെല്ലാം പ്രഖ്യാപിക്കുകയാണ്. അതേസമയം വിവിധ ഏജൻസികൾ, ദേശീയ ഏജൻസികൾ കേരളത്തിലെ ഫല സൂചനകളെ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ എല്ലാം LDFന് പരാജയവും UDFന് മേൽക്കൈയുമാണെങ്കിൽ കൂടിയും വലിയ വ്യത്യാസമില്ലാതെ മാത്രമേ UDF കടക്കൂ. വലിയ മാർജിനിൽ UDF കടക്കില്ല എന്ന് പ്രവചിക്കുന്ന 3-4 പ്രവചനങ്ങളുണ്ട് എന്നത് കാണേണ്ട കാര്യമാണ്. അതേസമയം 78 മുതൽ 90 വരെ സീറ്റ് നേടാമെന്ന് ആക്സിസ് മൈ ഇന്ത്യ പ്രവചിക്കുന്നു. അതേ ആക്സിസ് മൈ ഇന്ത്യ തമിഴ്നാട്ടിൽ വിജയ് ഭരിക്കും എന്നും പ്രഖ്യാപിക്കുന്നുണ്ട്. കേരളത്തിൽ സി വോട്ടർ നോർത്ത് കേരളത്തിൽ, പ്രത്യേകിച്ച് ഈ മലബാറിലെ നോർത്ത് കേരളത്തിൽ വലിയ തോതിലുള്ള UDF അനുകൂലത. ഇപ്പൊ നമ്മൾ പാലക്കാടാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് 3 മുതൽ 5 വരെയാണ് പാലക്കാട് UDFന് പിന്നെ LDF മേധാവിത്വം നിലനിർത്തും, പക്ഷേ മുന്നേറ്റം ഉണ്ടാക്കും UDF. എന്ന് വെച്ചാൽ ഈ പറയുന്ന വലിയ ഒരു തരംഗത്തിലേക്ക് ഈ സാധനം പോകില്ല എന്നുള്ളതിന് 90-ൽ താഴേക്ക് ഈ സാധനം പിടിക്കുന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് പാലക്കാട്. 90-ന് മുകളിലേക്ക് പോകണമായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, 101 സീറ്റ് കിട്ടിയ 2001-ൽ പാലക്കാട് എത്ര സീറ്റായിരുന്നു UDF? പാലക്കാട് അപ്പോഴും നിശ്ചയിക്കുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. അത് ശരിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരു തൃശ്ശൂർ പഴയ പോലെ, തൃശ്ശൂരാണ് നമ്മൾ നോക്കേണ്ടത്. തൃശ്ശൂർ പഴയ പോലെ തൃശ്ശൂർ UDFന്റെ കയ്യിലിരുന്നത് പോയതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പാലക്കാട് കോമൺ സീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്ക് പോകാം. തിരിച്ചു പിടിച്ചാൽ പോരെ. ഏറ്റവും കൂടുതൽ 14-ൽ 12 നേടിക്കൊണ്ടാണല്ലോ കഴിഞ്ഞ തവണ. 12ആണോ 13ആണോ തിരുവനന്തപുരത്ത്? അതിൽ നിന്ന് എത്ര കിട്ടാനുണ്ട്? തിരുവനന്തപുരത്ത് ഒറ്റ സീറ്റ്. അതെ, 13 സീറ്റ് അവിടെ കിടക്കുകയാണ്. 13 സീറ്റിൽ നല്ല തോതിൽ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ വ്യത്യാസം വരും. ഇവിടെ 13 പിടിക്കില്ല. നിങ്ങൾ തിരുവനന്തപുരത്ത് നിങ്ങൾ പരമാവധി 6 സീറ്റ് പിടിച്ചോളൂ. ഏത് സീറ്റാ? തിരുവനന്തപുരത്ത് എത്ര സീറ്റാ പിടിക്കാൻ? തൃശ്ശൂർ ടൈറ്റ് മത്സരം നടക്കുന്ന സ്ഥലങ്ങളേക്കാ. തൃശ്ശൂർ മണ്ഡലമാണെന്ന് തോന്നുന്നു. തൃശ്ശൂർ നല്ല ശക്തമായ മത്സരമുണ്ടോ തൃശ്ശൂർ മണ്ഡലത്തിൽ? മത്സരമുണ്ട്. ആരൊക്കെ തമ്മിൽ? ഈ തൃശ്ശൂര് BJP വോട്ട് കൂടുതലായി പിടിച്ചാൽ അവിടെ ഇടതുപക്ഷം തന്നെ ജയിക്കുമെന്നാണ് പറയുന്നത്. ഇടതുപക്ഷം തന്നെ ജയിക്കും എന്നാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ ഏറ്റവും അവസാനത്തെ കണക്കാണ്. BJP വീക്കായ തുടക്കം പോലെ ആയിരുന്നില്ല അതിന്റെ അവസാന ഘട്ടം. തൃശ്ശൂർ ജില്ല മൊത്തം ഞാൻ പറയുന്നത്, ഈ നിങ്ങൾ തൃശ്ശൂരിൽ UDFന്റെ വലിയ തേരോട്ടം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് തദ്ദേശത്തിൽ ഉണ്ടാകുന്ന സ്ഥലമാണെന്നുള്ള അറിയാമല്ലോ. തദ്ദേശത്തിൽ കാര്യമായി പിടിച്ചില്ല UDFന്. കോർപ്പറേഷൻ അല്ല, മൊത്തം ജില്ല മൊത്തം. ഞാൻ തൃശ്ശൂർ മണ്ഡലത്തെ കുറിച്ചാണ് പറയുന്നത്. കോർപ്പറേഷൻ തൃശ്ശൂർ പിടിച്ചല്ലോ. സാധ്യത ഉണ്ട് ചോദിക്കാൻ. സാധ്യത നമുക്ക് പാലക്കാട്ട് പോകണം. സാധ്യത പാലക്കാട്ട് 5 സീറ്റ് വരെ UDFന് കിട്ടിയേക്കാമെന്നാണ് പറയുന്നത്. ഏതൊക്കെ സീറ്റാണത്? സ്വാഭാവികമായും ഇപ്പോൾ UDFനൊപ്പം ഉള്ള പാലക്കാട്, മണ്ണാർക്കാട് സീറ്റുകൾ UDFന് ലഭിക്കും. ഇതുകൂടാതെ ചിറ്റൂര്, അതോടൊപ്പം തന്നെ കോങ്ങാട്, തൃത്താല മണ്ഡലങ്ങൾ കൂടി UDFന് ലഭിക്കും. വലിയൊരു ഓളം വരികയാണെങ്കിൽ ഇതിനപ്പുറമുള്ള പട്ടാമ്പിയും. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് അറിയാനുള്ള ഒരു കാര്യം, ഈ 5 കാര്യം നമ്മളിപ്പോൾ 5 എണ്ണം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിനപ്പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിൽ ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. അതിൽ ആദ്യം വീഴുന്ന വിക്കറ്റുകൾ ഏതൊക്കെയായിരിക്കും UDFന് അനുകൂലമായി? ഈ 5 മണ്ഡലങ്ങൾ കൂടാതെ പിന്നീട് വരികയാണെങ്കിൽ ഏറ്റവും ആദ്യം പട്ടാമ്പി ആയിരിക്കും, പിന്നീട് നെന്മാറ ആയിരിക്കും. അത് ഈ പട്ടാമ്പിക്ക് ഈ 5-നൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഈ UDFന് അനുകൂലമായ ഒരു വലിയ തരംഗം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ ലീഡ് അവിടെ ഏതാണ്ട് 20. PK ശശി എഫക്ട് ഈ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും ഉണ്ടാകും എന്നൊരു അതിമോഹത്തിലാണ് UDF കോൺഗ്രസ് PK ശശിയെ കൂടെ ചേർത്തത്. അതിന്റെ ഇമ്പാക്ട് ഉണ്ടാകുന്നുണ്ടോ ഈ നമ്മൾ ഇങ്ങനെ വിലയിരുത്തുമ്പോൾ? ഒറ്റപ്പാലത്ത് എങ്ങനെയാണ് മത്സരം സാധ്യത? PK ശശി ഇമ്പാക്ട് ഏറ്റവും അധികം അവർക്ക് ഗുണകരമായി വരുന്നത് കോങ്ങാട് മണ്ഡലത്തിലായിരിക്കും. അതായത് കോങ്ങാട് മണ്ഡലത്തിൽ വിജയിക്കുകയാണെങ്കിൽ അത് PK ശശി ഇഫക്റ്റ് വലിയ തോതിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് കാഞ്ഞിരപ്പുഴ, കാരാകുർശി, തച്ചമ്പാറ പഞ്ചായത്തുകളിൽ PK ശശിയുടെ അനുഭാവികളായ നിരവധി ആളുകളുണ്ട്. നേരത്തെ LDFന് പോയ വോട്ടുകൾ സ്വാഭാവികമായും UDFന് വരും. ഈ PK ശശി അനുഭാവികൾ ഇപ്പോഴും പറയുന്നത് ഒറ്റപ്പാലം സീറ്റ് തങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. നമ്മളുടെ ഒരു വിലയിരുത്തൽ അതിനുള്ള സാധ്യതയില്ല. വോട്ട് എണ്ണുമ്പോൾ PK ശശി ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ 5000 വോട്ടിന് വരെ ലീഡ് ഉണ്ടാകും. അതിന് കാരണം തച്ചനാട്ടുകര, കരിമ്പുഴ പഞ്ചായത്തിൽ വലിയ തോതിൽ PK ശശിക്ക് ലീഡ് ഉണ്ടാകും. പക്ഷെ അത് ഒറ്റപ്പാലം നഗരസഭ, അതോടൊപ്പം തന്നെ അമ്പലപ്പാറ പഞ്ചായത്തുകൾ എത്തുമ്പോൾ ഈ മറികടന്ന് നേരിയ മുൻതൂക്കമാണ് LDFന് സി വോട്ടർ പറയുന്നത്. നേരിയ മുൻതൂക്കമാണ്. അപ്പൊ അതുകൊണ്ട് നല്ല ഫൈറ്റ് അവിടെ നടന്നിട്ടുണ്ട്.
തീർച്ചയായും നല്ല ഫൈറ്റ് നടന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ പി കെ ശശി മുന്നിൽ എന്നായിരിക്കും നമ്മൾ ആദ്യം വാർത്ത നൽകേണ്ടത്. കാരണം ഈ തച്ചനാട്ടുകര പഞ്ചായത്ത്, കരിമ്പുഴ പഞ്ചായത്ത് UDF-ന് വലിയ ആധിപത്യമുള്ള പഞ്ചായത്തുകളാണ് എണ്ണി തുടങ്ങുക. അതിനുശേഷമാണ് അവസാന ഘട്ടത്തിലാണ് LDF-ന്റെ ആധിപത്യമുള്ള പഞ്ചായത്തുകൾ. സാധ്യത കുറച്ച് കാണല്ലേ, ഏത് പഞ്ചായത്ത് ആര് ജയിക്കുന്നു സാധ്യത വളരെ കൃത്യമായി പറഞ്ഞ ഒരാളാണ് 2021.